ഐ വാസ് എ റൈറ്റർ. ഞാനൊരു എഴുത്തുകാരൻ ആയിരുന്നു. ഐ റോട്ട് ബുക്സ്. ഞാൻ ബുക്കുകൾ എഴുതി. ഐ റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ എഴുതുന്നു. ബട്ട് പക്ഷേ നോബഡി നോസ്. ഒരാൾക്കും അറിയുകയില്ല. ഐ വിൽ ടെൽ യു എബൌട്ട് ഇറ്റ്. ഞാൻ നിങ്ങളോട് പറയും അതിനെക്കുറിച്ച്. ഇൻ ജാനുവരി മാസത്തിൽ ഐ വോണ്ടഡ് ടു റൈറ്റ്. എനിക്ക് എഴുതേണ്ടതുണ്ടായിരുന്നു. എ വെരി ലോങ് ബുക്ക്. ഒരു നീണ്ട പുസ്തകം. സോ അതുകൊണ്ട് ഐ ലെഫ്റ്റ് മൈ ഹോം. ഞാൻ എൻ്റെ വീട് വിട്ടുപോയി. ആൻഡ് ഐ ഫൗണ്ട്. ഞാൻ കണ്ടെത്തി. എ ലിറ്റിൽ റൂം. ഒരു ചെറിയ റൂം കണ്ടെത്തി. ദിസ് ഈസ് എ ഗുഡ് റൂം ഫോർ എ റൈറ്റർ. ഇത് ഒരു എഴുത്തുകാരന് നല്ല റൂമാണിത്. ഐ തോട്ട്. ഞാൻ ചിന്തിച്ചു. ഐ വിൽ റൈറ്റ്. ഞാൻ എഴുതും. മൈ ബുക്ക് ഹിയർ. എൻ്റെ പുസ്തകങ്ങൾ ഇവിടെ വെച്ചിട്ട് ഞാൻ എഴുതും. ഇറ്റ് വാസ് എ ലിറ്റിൽ റൂം. അതൊരു ചെറിയ റൂമായിരുന്നു. പക്ഷേ ഐ ലൈക്ക്ഡ് ഇറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി ക്വയറ്റ്. അത് നല്ല ഒരു റൂമായിരുന്നു. ക്വയറ്റ് എന്നാൽ ശാന്തമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ശാന്തമായിട്ടുള്ള, ശബ്ദമില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഐ ബിഗാൻ. ഞാൻ ആരംഭിച്ചു. ടു വർക്ക്. ജോലി ചെയ്യാൻ. ഓൺ മൈ ബുക്ക്. എൻ്റെ ബുക്കിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. എഴുതാൻ ആരംഭിച്ചു എന്ന് അർത്ഥം. ആൻഡ് അങ്ങനെ ഐ വാസ് ഹാപ്പി. ഞാൻ സന്തോഷവാനായിരുന്നു. ദെൻ പിന്നീട് തിങ്സ് ബിഗാൻ. കാര്യങ്ങൾ ബിഗാൻ ആരംഭിച്ചു. ടു ഹാപ്പൻ സംഭവിക്കാൻ. സ്ട്രേഞ്ച് തിങ്സ് അങ്ങനെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. വൺ ഡേ. ഒരു ദിവസം ഐ വാസ് അറ്റ് മൈ ഡെസ്ക്. ഞാൻ എൻ്റെ ഡെസ്കിലായിരുന്നു. വിത്ത് മൈ പെൻ. പേനയുമായിട്ട്. ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ പേനയുമായിട്ട് ഞാൻ എൻ്റെ ഡെസ്കിലായിരുന്നു. ഡെസ്ക് എന്നാൽ എഴുത്തുമേശ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സഡൻലി. പെട്ടെന്ന്. ഐ തോട്ട്. ഞാൻ ചിന്തിച്ചു. ഐ വോണ്ട് എ കോഫി. എനിക്കൊരു കോഫി വേണമെന്ന് ഞാൻ ചിന്തിച്ചു. ആൻഡ് ഐ ഹാവിൻറ്റ് ഗോട്ട് എനി. എനിക്ക് ഒന്നും കിട്ടിയില്ല. ഐ വിൽ ഹാവ് ടു ഗോ. എനിക്ക് പുറത്തു പോകേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ഗോ ടു ദ ഷോപ്പ്. എനിക്ക് കടയിലേക്ക് പോകേണ്ടി വരും. ഷോപ്പിലേക്ക് പോകേണ്ടി വരും. ഐ വിൽ ഹാവ് ടു എന്നാൽ ചെയ്യേണ്ടി വരും എന്നുള്ള അർത്ഥമാണ്. ഐ പുട്ട് മൈ പെൻ. ഞാൻ എൻ്റെ പേന വച്ചു. ഓൺ ദ ടേബിൾ. ടേബിളിൽ വച്ചു. ആൻഡ് വെൻ്റ് ഔട്ട്. എന്നിട്ട് വെൻ്റ് ഔട്ട്. പുറത്തേക്ക് പോയി. വെൻ ഐ കെയിം ബാക്ക്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഐ ലുക്ക്ഡ് ഫോർ ദ പെൻ. പേനക്ക് വേണ്ടിയിട്ട് നോക്കി. പേന തിരഞ്ഞു എന്ന് അർത്ഥം. ഇറ്റ് വാസ് നോട്ട് ഓൺ ദ ടേബിൾ. അത് ആ മേശപ്പുറത്ത് ഇല്ലായിരുന്നു. ഐ ലുക്ക്ഡ്. ഞാൻ നോക്കി. ഓൺ ദ ഫ്ലോർ. തറയിലേക്ക് നോക്കി. ഓൺ മൈ ചെയർ. എൻ്റെ കസേരയിലേക്ക് നോക്കി. ആൻഡ് ദെൻ പിന്നീട് ഓൺ ദ ടേബിൾ അഗെയിൻ. മേശപ്പുറത്തേക്ക് വീണ്ടും നോക്കി. ഇറ്റ് വാസ് നോട്ട് ദെയർ. അത് അവിടെ ഇല്ലായിരുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഐ തോട്ട്. ഞാൻ ചിന്തിച്ചു. ദാറ്റ് നൈറ്റ്. ആ ദിവസം രാത്രി. അനദർ സ്ട്രേഞ്ച് തിങ്. മറ്റൊരു വിചിത്ര സംഭവം ഹാപ്പൻഡ്. സംഭവിച്ചു. ഐ വാസ് ഇൻ ബെഡ്. ഞാൻ ബെഡിലായിരുന്നു. ആൻഡ് ദ റൂം വാസ് വെരി ക്വയറ്റ്. റൂം വളരെ ശാന്തവുമായിരുന്നു. സഡൻലി. പെട്ടെന്ന്. ഐ ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. വാട്ട് വാസ് ദാറ്റ്. എന്തായിരുന്നു അത്. ഐ വണ്ടേർഡ്. ഞാൻ അത്ഭുതപ്പെട്ടു. ദെൻ ഐ ഹേർഡ്. പിന്നീട് ഐ ഹേർഡ്. ഞാൻ കേട്ടു. എ വോയിസ്. ഒരു ശബ്ദം. എ മെൻസ് വോയിസ്. ഒരു പുരുഷൻ്റെ ശബ്ദം കേട്ടു. ഹു ഈസ് ദർ. ആരാണ് അവിടെ. ഐ ക്രൈഡ്. ഞാൻ കരഞ്ഞു. ദർ വാസ് നോ ആൻസർ. അവിടെ ഒരു ഉത്തരവുമില്ലായിരുന്നു. ആൻഡ് ദർ വാസ് നോബഡി ഇൻ ദ റൂം. നോബഡി ഇൻ ദ റൂം. റൂമിൽ ഒരാളും ഇല്ലായിരുന്നു. ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് എന്നാൽ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ആൻഡ് ഐ വാസ് അഫ്രൈഡ്. ഞാൻ ഭയപ്പെട്ടു. വാട്ട് ക്യാൻ ഐ ഡു. എനിക്ക് എന്തു ചെയ്യാൻ പറ്റും. ഐ തോട്ട്. ഞാൻ ചിന്തിച്ചു. വാട്ട് വാസ് ദാറ്റ്. എന്തായിരുന്നു അത്. ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം. സ്ട്രേഞ്ച് തിങ്സ്. വിചിത്ര സംഭവങ്ങൾ. ഹാപ്പൻഡ്. സംഭവിച്ചു. എവരി ഡേ. എല്ലാ ദിവസങ്ങളും വിചിത്രമായിട്ടുള്ള സംഭവങ്ങളായതിനു ശേഷം സംഭവിച്ചു. പക്ഷേ ഐ ഹാഡ് ടു ഫിനിഷ്. എനിക്ക് തീർക്കേണ്ടതുണ്ടായിരുന്നു. മൈ ബുക്ക്. എൻ്റെ ബുക്ക് എഴുതി തീർക്കാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഐ സ്റ്റേഡ്. ഞാൻ താമസിച്ചു. ദർ. ഞാൻ അവിടെ. അതുകൊണ്ട് താമസിച്ചു. സ്റ്റേഡ് എന്നാൽ താമസിച്ചു. ദ റൂം വാസ് വെരി സ്മോൾ. റൂം വളരെ ചെറുതായിരുന്നു. ദർ വേർ നോട്ട് മെനി തിങ്സ് ഇൻ ഇറ്റ്. അതിനുള്ളിൽ ഒരുപാട് വസ്തുക്കൾ ഇല്ലായിരുന്നു. ഓൺലി എ ബെഡ്. ഒരു ബെഡ് മാത്രമുണ്ട്. എ ടേബിൾ. ഒരു ടേബിളും. ആൻഡ് എ ചെയർ. ഒരു കസേരയും. അത് മാത്രമേ അതിനുള്ളിൽ ഉള്ളൂ. ആൻഡ് ദർ വാസ് എ മിറർ ഓൺ ദ വോൾ. ആ ചുമരിലായിട്ട് ഒരു മിറർ. കണ്ണാടിയും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഓൾഡ് മിറർ ആൻഡ് ഐ ലൈക്ക്ഡ് ഇറ്റ്. അത്
ഭയങ്കര പഴക്കമുള്ളതായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആൻഡ് ദെൻ അങ്ങനെ പിന്നീട് വൺ ഡേ ഒരു ദിവസം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് അങ്ങനെ ഐ സോ, ഞാൻ കണ്ടു ഹിം, അദ്ദേഹത്തെ ഞാൻ കണ്ടു. ദ അതർ മാൻ, മറ്റൊരു പുരുഷൻ. ഇറ്റ് വാസ് നോട്ട് മീ, അത് ഞാനല്ലായിരുന്നു. കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്നെ അല്ലായിരുന്നു, മറ്റൊരു പുരുഷനായിരുന്നു. ദിസ് മാൻ ഹാഡ് എ ബിയേർഡ്, ആ പുരുഷന് ഒരു താടി ഉണ്ടായിരുന്നു. ബിയേർഡ് എന്നാൽ താടി ഉണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡിൻറ്റ് ഇറ്റ്, എനിക്ക് ഇല്ലായിരുന്നു. ഐ ഷട്ട് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. ആൻഡ് ലുക്ക്ഡ് അഗെയിൻ, എന്നിട്ട് വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ദിസ് ടൈം, ഈ സമയത്ത് ഐ സോ, ഞാൻ കണ്ടു മൈ ഫേസ് ഇൻ ദ മിറർ, എൻ്റെ മുഖം ഞാൻ കണ്ണാടിയിൽ കണ്ടു. ഐ വാസ് റോങ്, എനിക്ക് തെറ്റുപറ്റി. ദർ വാസ് നോട്ട് അനദർ മാൻ, അവിടെ മറ്റൊരു പുരുഷൻ ഇല്ലായിരുന്നു. ഐ വെൻറ്റ്, ഞാൻ പോയി. ഫോർ എ വോക്ക്, ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോയി. ദാറ്റ് ഡേ, ആ ദിവസം. ആൻഡ് അങ്ങനെ ഐ ഡിഡിൻറ്റ് വോക്ക് ഓൺ മൈ ബുക്ക്, ഞാൻ അങ്ങനെ എഴുതിയില്ല. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ബി ഇൻ ദ റൂം, അതായത് എനിക്ക് റൂമിലായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു സീ ഓർ ഹിയർ സ്ട്രേഞ്ച് തിങ്സ്, ഐ വാണ്ടഡ് ടു സീ, എനിക്ക് കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഹിയർ, കേൾക്കാനും, സ്ട്രേഞ്ച് തിങ്സ്, എന്താണ് വിചിത്രമായ സംഭവങ്ങൾ കാണാനും കേൾക്കാനും ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എനിക്ക് റൂമിൽ ആയിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നടക്കാനിറങ്ങി. അറ്റ് നൈറ്റ്, രാത്രി. ഐ വെൻ ഹോം അഗെയിൻ, ഞാൻ വീട്ടിലേക്ക് പോയി. ദ റൂം വാസ് വെരി ക്വയറ്റ്, റൂം വളരെ ശാന്തമായിരുന്നു. ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് സോ മൈ ഫേസ്, അങ്ങനെ എൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടു. പക്ഷേ ഐ വാസ് നോട്ട് ഹാപ്പി, ഞാൻ സന്തുഷ്ടനല്ലായിരുന്നു. ഐ വെൻറ്റ് ടു ബെഡ്, ഞാൻ ബെഡിലേക്ക് പോയി. പക്ഷേ ഐ കുഡിൻറ്റ് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ വിൽ ലീവ് ഹിയർ ടുമോറോ, നാളെ ഞാൻ ഇവിടം വിട്ടു പോകും. ഐ തോട്ട്, ഞാൻ കരുതി. ഞാൻ ചിന്തിച്ചു. ആൻഡ് അങ്ങനെ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. പക്ഷേ ദെൻ അനദർ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ, അങ്ങനെ പിന്നീട് മറ്റൊരു സ്ട്രേഞ്ച് തിങ്, വിചിത്രമായ സംഭവം സംഭവിച്ചു. ദ അതർ മാൻ, മറ്റേ പുരുഷൻ, സ്റ്റുഡ്, നിന്നു. ബൈ മൈ ബെഡ്, എൻ്റെ ബെഡിൽ നിന്നു. ആൻഡ് സ്പോക്ക് ടു മീ, എന്നോട് സംസാരിച്ചു. സ്പോക്ക് ടു മീ, എന്നോട് സംസാരിച്ചു. യു വിൽ നെവർ ലീവ് ഹിയർ, നീ ഒരിക്കലും ഇവിടം വിട്ട് പോകില്ല. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ആ മറ്റേ പുരുഷൻ പറഞ്ഞു. യു വിൽ സ്റ്റേ, നീ താമസിക്കും. വിത്ത് മീ, നീ എൻ്റെ കൂടെ താമസിക്കും, അദ്ദേഹം പറഞ്ഞു. ആൻഡ് ദെൻ, പിന്നീട് ഐ ഓപ്പൺഡ് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ഐ വാസ് വെരി കോൾഡ്, ഞാൻ തണുത്ത അവസ്ഥയിലായിരുന്നു, പേടി കാരണം. ആൻഡ് അഫ്രൈഡ്, എന്നിട്ട് ഭയപ്പെട്ടു. ഐ വിൽ ലീവ് നൗ, ഞാൻ ഇപ്പോൾ ഇവിടം വിട്ട് പോകും. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. ഐ കനോട്ട് സ്റ്റേ ഹിയർ, എനിക്കിവിടെ താമസിക്കാൻ കഴിയുകയില്ല. ഫോർ വൺ മോർ മിനിറ്റ്, ഒരു മിനിറ്റ് പോലും എനിക്കിവിടെ താമസിക്കാനായിട്ട് കഴിയുകയില്ല. ക്വിക്ക്ലി, പെട്ടെന്ന്. ഐ പുട്ട് മൈ തിങ്സ് ഇൻ എ കേസ്, ഞാൻ എൻ്റെ എല്ലാ വസ്തുക്കളും ഒരു കേസിൽ ഇട്ടു. കേസ്, സഞ്ചി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേസ്. ഐ വാണ്ടഡ് ടു ഗോ, എനിക്ക് പോകണമായിരുന്നു. നൗ, ഇപ്പോൾ. ഐ കുഡിൻറ്റ് ഫോർഗെറ്റ്, എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ദ മാൻ, ആ പുരുഷനെ. സോ, അങ്ങനെ ഐ വാസ് അഫ്രൈഡ്, ഞാൻ ഭയപ്പെട്ടു. അഫ്രൈഡ് ഓഫ് വാട്ട്, എന്തിന് ഭയപ്പെടുന്നു? ഐ ഡിഡിൻറ്റ് നോ, എനിക്ക് മനസ്സിലായില്ല. വെൻ മൈ ക്ലോത്ത്സ് വേർ ഇൻ ദ കേസ്, അപ്പോൾ മൈ ക്ലോത്ത്സ് വേർ ഇൻ ദ കേസ്, എൻ്റെ വസ്ത്രങ്ങൾ ആ സഞ്ചിയിലായിരുന്നു. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. ഐ വിൽ ലീവ് ദ റൂം നൗ, ഞാൻ ഇപ്പോൾ തന്നെ റൂം വിട്ട് പോകും എന്ന് ഞാൻ ചിന്തിച്ചു. ഐ ലുക്ക്ഡ് അറൗണ്ട് ദ റൂം, ഞാൻ റൂം ചുറ്റുപാടും നോക്കി. ആൻഡ് ഐ ഓൾസോ ലുക്ക്ഡ് ഇൻ ദ മിറർ അഗൈൻ, ഞാൻ വീണ്ടും കണ്ണാടിയിലേക്കും വീണ്ടും നോക്കി. ആൻഡ് അങ്ങനെ ദെൻ, പിന്നീട് ഐ സഡൻലി, ഞാൻ പെട്ടെന്ന്, എനിക്ക് തോന്നി. കോൾഡർ ആൻഡ് മോർ അഫ്രൈഡ്, പെട്ടെന്ന് എനിക്ക് തണുപ്പ് അനുഭവപ്പെട്ടു. ആൻഡ് മോർ അഫ്രൈഡ്, കൂടുതൽ ഭയവും വന്നു, കൂടുതൽ ഭയത്തിലായി. ഐ കുഡിൻറ്റ്, എനിക്ക് കഴിഞ്ഞില്ല. കാണാൻ. ദ അതർ മാൻ, മറ്റേ പുരുഷനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇൻ ദ മിറർ, കണ്ണാടിയിൽ. വൈ, എന്തുകൊണ്ട്? ബിക്കോസ്, കാരണം. ഹി വാസ് നോട്ട് ദർ, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കണ്ണാടിയിൽ എനിക്ക് മറ്റേ പുരുഷനെ കാണാനായിട്ട് സാധിച്ചില്ല.
ബട്ട് പക്ഷേ ഐ കുഡിൻറ്റ് സീ മൈ ഫേസ് ഇൻ ദ മിറർ. ഐ കുഡിൻറ്റ് സീ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മൈ ഫേസ് എൻ്റെ മുഖം ഇൻ ദ മിറർ കണ്ണാടിയിൽ എൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ദർ വാസ് നോ ഫേസ് അതിൽ മുഖമില്ലായിരുന്നു. വൈ നോട്ട് എന്തുകൊണ്ട്? ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ടു ഷൗട്ട് ബഹളം വെക്കാൻ ശ്രമിച്ചു. ബട്ട് നോ സൗണ്ട് കെയിം പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. ഐ ഹാഡ് നോ വോയിസ് എനിക്ക് ശബ്ദമില്ലായിരുന്നു. ആൻഡ് ദെൻ പിന്നീട് ഐ സോ ഹിം ഞാൻ കണ്ടു ഹിം അദ്ദേഹത്തെ. ഐ സോ ദ അതർ മാൻ ഞാൻ മറ്റേ പുരുഷനെ കണ്ടു. ദ മാൻ വിത്ത് ദ ബിയേഡ് അദ്ദേഹം താടിയുണ്ട് അദ്ദേഹത്തിന്. ബട്ട് പക്ഷേ ഹി വാസ് നോട്ട് ഇൻ ദ മിറർ അദ്ദേഹത്തെ കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണാടിയിൽ ഇല്ലായിരുന്നു. ഹി വാസ് അറ്റ് ദ ടേബിൾ വിത്ത് മൈ പെൻ ഇൻ ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ പേനയുമായിട്ട് അദ്ദേഹം മേശയുടെ അടുത്താണ്. ഹി റോട്ട് അദ്ദേഹം എഴുതി മൈ ബുക്ക് എൻ്റെ പുസ്തകം എഴുതി. വിത്ത് മൈ പെൻ എൻ്റെ പേനയെ കൊണ്ട് എൻ്റെ പുസ്തകത്തിൽ എഴുതി. ഐ വാസ് ആംഗ്രി എനിക്ക് ദേഷ്യം വന്നു. ആൻഡ് ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ടു സ്പീക്ക് സംസാരിക്കാൻ ശ്രമിച്ചു. ബട്ട് പക്ഷേ ഐ കുഡിൻറ്റ് എനിക്ക് കഴിഞ്ഞില്ല സംസാരിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് കാരണം ഐ ഹാഡ് നോ വോയിസ് എനിക്ക് ശബ്ദമില്ലായിരുന്നു. ദ അതർ മാൻ മറ്റേ പുരുഷൻ ഡിഡിൻറ്റ് സ്പീക്ക് അദ്ദേഹം സംസാരിച്ചില്ല. ഹി സ്മൈൽഡ് അദ്ദേഹം പുഞ്ചിരിച്ചു. ആൻഡ് റോട്ട് എന്നിട്ട് എഴുതി. സഡൻലി പെട്ടെന്ന് ദർ വാസ് എ സൗണ്ട് അവിടെ ഒരു ശബ്ദമുണ്ടായിരുന്നു. അറ്റ് ദ ഡോർ പെട്ടെന്ന് ഡോറിൽ ഒരു ശബ്ദം കേട്ടു. ആൻഡ് ഐ ഹേർഡ് ഞാൻ കേട്ടു എ ഫ്രണ്ട്സ് വോയിസ് ഒരു സുഹൃത്തിൻ്റെ ശബ്ദം കേട്ടു. ആർ യു ദേർ നിങ്ങൾ അവിടെയുണ്ടോ നീ അവിടെയുണ്ടോ? മൈ ഫ്രണ്ട് കോൾഡ് എൻ്റെ സുഹൃത്ത് വിളിച്ചു. ഐ വാണ്ട് ടു സീ യു എനിക്ക് നിന്നെ കാണണം. ഐ വാസ് വെരി ഹാപ്പി ദെൻ ഞാൻ അപ്പോൾ വളരെ സന്തോഷം തോന്നി. മൈ ഫ്രണ്ട് വിൽ ഹെൽപ്പ് മീ എൻ്റെ സുഹൃത്ത് എന്നെ സഹായിക്കും. ഐ തോട്ട് ഞാൻ കരുതി. ബട്ട് പക്ഷേ ഐ കുഡിൻറ്റ് മൂവ് എനിക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല. ദ അതർ മാൻ മറ്റേ പുരുഷൻ വെൻ ടു ദ ഡോറിന് അടുത്തേക്ക് പോയി. ആൻഡ് ഓപ്പൺ ഇറ്റ് എന്നിട്ട് അദ്ദേഹം ആ ഡോറ് തുറന്നു. കം ഇൻ ഉള്ളിലേക്ക് വരൂ. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ടു മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞു ഉള്ളിലേക്ക് വരൂ എന്ന്. കം ആൻഡ് സീ മൈ റൂം വന്നിട്ട് എൻ്റെ റൂം കാണൂ. ഐ എം റൈറ്റിംഗ് മൈ ബുക്ക് ഞാൻ എൻ്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞു. മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് കെയിം വന്നു. ഇൻ ടു ദ റൂമിലേക്ക് വന്നു. ബട്ട് പക്ഷേ ഹി ഡിഡൻറ്റ് സീ മീ അദ്ദേഹത്തിന് എന്നെ കാണാൻ കഴിഞ്ഞില്ല. സുഹൃത്തിന് എന്നെ കാണാൻ കഴിഞ്ഞില്ല. ഹി സ്മൈൽഡ് അദ്ദേഹം പുഞ്ചിരിച്ചു. അറ്റ് ദ അതർ മാൻ മറ്റേ ആ വ്യക്തിയോട് പുരുഷനോട് പുഞ്ചിരിച്ചു. മൈ ഫ്രണ്ട് സെഡ് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഓ യു ഹാവ് എ ബിയേർഡ് നൗ നിനക്ക് ഇപ്പോൾ താടിയുണ്ട് അല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അഗെയിൻ ആൻഡ് അഗെയിൻ വീണ്ടും ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ടു സ്പീക്ക് സംസാരിക്കാൻ ശ്രമിച്ചു. ബട്ട് പക്ഷേ ഐ കുഡിൻറ്റ് എനിക്ക് കഴിഞ്ഞില്ല സംസാരിക്കാൻ കഴിഞ്ഞില്ല ശ്രമിച്ചെങ്കിലും. മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് കുഡിൻറ്റ് സീ മീ എൻ്റെ സുഹൃത്തിന് എന്നെ കാണാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻറ്റ് ഹിയർ മീ അദ്ദേഹത്തിന് എന്നെ കേൾക്കാനും കഴിഞ്ഞില്ല. ഹി ഓൺലി സോ അവന് കാണാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്. ദ അതർ മാൻ മറ്റേ പുരുഷനെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് മൈ സ്റ്റോറി ഇതാണ് എൻ്റെ കഥ. ദ അതർ മാൻ ഹാസ് മൈ റൂം മറ്റേ പുരുഷന് എൻ്റെ റൂം ഉണ്ട്. ആൻഡ് ഹി ഓൾസോ ഹാസ് അദ്ദേഹത്തിന് ഇതും ഉണ്ട്. മൈ ഫേസ് എൻ്റെ മുഖവും അദ്ദേഹത്തിന് ഉണ്ട്. ആൻഡ് മൈ വോയിസ് എൻ്റെ ശബ്ദവും ഉണ്ട്. ഹി വിൽ ഫിനിഷ് മൈ ബുക്ക് അദ്ദേഹം എൻ്റെ ബുക്ക് എഴുതി തീർക്കുകയും ചെയ്യും. അതാണ് ടു എന്നാൽ അതും കൂടി എന്നുള്ള അർത്ഥമാണ്. ബട്ട് പക്ഷേ അതർ മാൻ ഡസൻറ്റ് നോ വൺ തിങ് മറ്റേ ആൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഐ ക്യാൻ റൈറ്റ് എനിക്ക് എഴുതാൻ കഴിയും. ഐ ക്യാൻ ടെൽ മൈ സ്റ്റോറി എനിക്ക് എൻ്റെ കഥ പറയാൻ കഴിയും. ആൻഡ് ഐ ആം ടെല്ലിങ് ഇറ്റ് ടു യു പക്ഷേ ഞാൻ പറയുന്നു ഇറ്റ് ടു യു നിങ്ങളോട് ഞാനിത് പറയുന്നു.